ഹായ് ഓൾ, വെൽക്കം ടു ലവ് മൈൽസ്. അപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഈവനിങ് ടൈമാണ്. അപ്പം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിരിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വണ്ടിയൊക്കെ സർവീസിന് കൊടുത്തുകൊണ്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പം പകുതി വരെ യൂണിവേഴ്സിറ്റി ബസ്സിന് ഇറങ്ങിയിട്ട് ബാക്കി വീട്ടിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കേൾക്കുന്നുണ്ടോ? ഇവിടെ അടുത്തൊരു ഭജന മഠോ എന്തോ അമ്പലത്തിൽ നിന്ന് വിടുന്ന നല്ലൊരു പാട്ടൊക്കെ ഇപ്പോൾ സന്ധ്യയ്ക്ക് ദിവസം കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ പാട്ടെല്ലാം കേട്ടങ്ങ് നടന്ന് വീടെത്തിയിട്ട് താക്കോലിടുമ്പോഴേക്ക് ഫസ്റ്റ് തന്നെ താക്കോലൊക്കെ തിരിഞ്ഞു പോയിട്ടത്. പിന്നെ അത് റെഡിയാക്കിയിട്ടിട്ട് വാതിൽ തുറന്നേരം ഫുൾ ഇരുട്ട്. എന്നിട്ട് ലൈറ്റെല്ലാം ഇട്ട് ഫസ്റ്റ് തന്നെ അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. അതിന് മുന്നേ മിറ്റം അടിക്കണം. അവിടെ മിറ്റം അടിക്കാൻ പോയി. എല്ലാ ദിവസവും ഞാൻ വന്നപാട് മിറ്റമൊന്നും അടിക്കലില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ലേറ്റായിട്ട് എത്തൽ. അപ്പോൾ കുറച്ച് നേരത്തെ എത്തിയോണ്ട് ഞാൻ ഇപ്പോൾ ഒന്ന് മിറ്റമെല്ലാം ഒന്ന് ക്ലീനാക്കി. പിന്നെ അടിച്ചു വാരാൻ അങ്ങനെ അധികമൊന്നും ഉണ്ടാവില്ല, കുറച്ച് മാവിൻ്റെ ഇല ഉണ്ടാവും. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ കാര്യമായിട്ട് അടിക്കാൻ. ഇപ്പോൾ ഒരു സൈഡ് നല്ലോണം അടിക്കും, ബാക്കിയെല്ലാം ഇങ്ങനെ തട്ടിക്കൂട്ടി അങ്ങ് വൃത്തിയാക്കി വിടും. ഇനിയാണ് ശരിക്കുള്ള മാലക്കെട്ട് പണിയിരിക്കുന്നത്. ഒരു ലോഡ് പാത്രം കഴുകാനുണ്ട്. ഇന്ന് രാവിലെ എണീക്കുമ്പോൾ കുറച്ച് നേരം പോയി. അപ്പോൾ പിന്നെ പോകുമ്പോഴേക്ക് പാത്രം കഴുകാനൊന്നും സമയമായിട്ടില്ല. വടയുന്ന എങ്ങനെയല്ല ഫുഡെല്ലാം ആക്കി എല്ലാം അങ്ങനെ തന്നെ ഇട്ടിട്ട് പോയിട്ടേനു. അതുകൊണ്ടാണ് ഇത്ര വൃത്തികേടായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുവിധം പാത്രമെല്ലാം ഞാൻ കഴുകിയിട്ടാണ് അധിക ദിവസം പോവുക. പക്ഷെ ചില ദിവസം നേരം വെയിറ്റെല്ലാം പോയിട്ടുണ്ടെങ്കിൽ അന്നേരം ഇങ്ങനെ കുറച്ച് പാത്രമെല്ലാം അവിടെ വെക്കും. പക്ഷെ ഇങ്ങനെ അലമ്പാക്കിയിട്ട് പോകാറില്ല. പക്ഷെ നല്ലൊരു അലമ്പായ ദിവസേനു. അപ്പോൾ ഇങ്ങനെ പേരിക്കണ്ട, ഞാനിങ്ങനെ അലമ്പാക്കി വെക്കുന്ന ആളാണ്. പക്ഷേ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ലേറ്റായി പോയത് കൊണ്ട് ഇങ്ങനെ ആയിപ്പോയി. അങ്ങനെ ഈ പാത്രങ്ങൾ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി പച്ചക്കറി എല്ലാം എടുത്ത് വെക്കാനുണ്ടേനും. അപ്പോൾ ആ പണിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒരു ലോഡ് പാത്രം കഴുകാനുണ്ടേനും. ഇനി ഈ പാത്രമെല്ലാം കഴുകി വെച്ചാൽ മാത്രമേ രാത്രി കുക്ക് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെയും അവിടെ മൊത്തം മെസ്സായിട്ട് അലമ്പാവും. അതുകൊണ്ട് ഫസ്റ്റ് ഈ പാത്രമെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് അടുത്ത് കുക്ക് ചെയ്യും. അപ്പോഴേക്ക് ഒന്നും കൂടി കഴുകാനുള്ള പാത്രങ്ങൾ അട്ടിക്ക് വരും. ആകെ രണ്ടാളേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു ലോഡ് പാത്രം ഇടുന്നാ വരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ പണി എങ്ങനെ ചടപടയെന്നങ്ങ് ചെയ്യായിരുന്നു. ചെറുപ്പത്തിലെല്ലാം പാത്രമെല്ലാം കഴുകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അന്നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ മറ്റേ പൈപ്പൊന്നും ഇല്ലാത്തവരെ നമ്മളിങ്ങനെ വെള്ളം ബക്കറ്റിലെല്ലാം എടുത്തിട്ട് കഴുകണം. പക്ഷേങ്കിൽ എന്നിട്ട് വാഷ് ബേസിനെല്ലാം പേടിക്കും പോയി കഴിഞ്ഞാൽ കഴുകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ വാഷ് ബേസിനെല്ലാം വേറെ എന്ത് വെച്ചാലും പാത്രം പാത്രം കഴുകാൻ ഇഷ്ടമല്ല. മടുത്ത് പിന്നെ കഴുകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കുറച്ചെല്ലാം ആണെങ്കിലും ഓക്കെ. ഇത് ദിവസവും നമ്മൾ ഒരേ കാര്യം തന്നെ ഇങ്ങനെ കൈകൊക്കെ കൊണ്ടുവെക്കുമ്പോൾ നമുക്ക് അത്ര ഇഷ്ടപ്പെടുകയൊന്നുമില്ല. പിന്നെ അങ്ങനെ വേറെ വഴിയില്ലല്ലോ, ചെയ്യണമല്ലോ. അപ്പോൾ ചെയ്യും. അപ്പം പാത്രമെല്ലാം കഴുകിക്കഴിഞ്ഞ് ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം. കുറച്ച് കറിവേപ്പിലേൻ്റെ അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് മേശമേലും അതും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കള അത്യാവശ്യം വൃത്തിയാവും. അപ്പോൾ അതിൻ്റെ പരിപാടി നോക്കണം. ചില ദിവസമെല്ലാം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷേ എല്ലാ ദിവസവും അങ്ങനെയല്ല. ലാബിലിപ്പോൾ കുറേ വർക്കെല്ലാം ഉണ്ടെങ്കിൽ അന്ന് ആടെ മൊത്തം പണിയെടുത്ത് പിന്നെയും വീട്ടിൽ വന്ന് പണിയെടുക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അങ്ങനെ ഒരു ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് അങ്ങ് സെറ്റായി പോകും. എല്ലാത്ത ദിവസവും ആക്കണമെങ്കിൽ അപ്പോൾ പാത്രം കഴുകലും കിച്ചൺ ക്ലീനിങ് എല്ലാം ഒരുവിധം കഴിഞ്ഞ് ഇനി കുറച്ച് ഒരു കുളിയെല്ലാം കഴിഞ്ഞ് ഒരു കട്ടൻ ചായയെല്ലാം കുടിച്ചൊന്ന് റിലാക്സ് ആവണം. ചില സമയത്ത് ഞാൻ വന്നപാട് കട്ടൻ ചായ ആക്കി കുടിക്കും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ മെയിനായിട്ടുള്ള പണി തീർന്നതിന് ശേഷം ഫ്രീ ആയതിന് ശേഷം എടുത്തിട്ട് കുടിക്കും. അതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നിയത്. പണി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എൻ്റെ വൈകുന്നേരം തീർന്നു ഗൈസ്. അപ്പോൾ ശരി, ബായ്, താങ്ക് യു ഫോർ വാച്ചിങ്.